ഫാസ്റ്റായി സ്പീഡപ്പായി സെക്സ് ചെയ്താൽ ആ പെനിസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ? പെനൈൽ ഫ്രാക്ചർ എന്നുള്ള പ്രോബ്ലം അത് ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ കൈ ഒടിയുന്ന മാതിരി പെനിസ് ഒടിയാം. ഉള്ളിലുള്ള ആ ടഫ് കവറിങ് പൊട്ടാം. പൊട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക, അതിലുള്ള ബ്ലഡ് ഒക്കെ പുറത്തോട്ട് വരും. ബ്ലഡ് വരും. പെനിസിന്റെ മെയിൻലി കോർപ്പോറോ കാവർണോസ രണ്ടും കട്ടായിട്ടുണ്ട്, പ്ലസ് മൂത്രനാളിയും കട്ടായി പോവുക. അയ്യോ, പിന്നെ കംപ്ലീറ്റ് ഇറക്ഷൻ ഇല്ല. യെസ്, ഓൾമോസ്റ്റ് ഒരു ഇറക്ഷൻ ലോസ് ഉണ്ടാവും. ശൃന്ദയായിരുന്നു അഭിനയിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ശൃന്ദന്റെ ഭർത്താവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ മൂത്രം ഒഴിച്ചാൽ അവിടെ ഒന്നും കഴുകാറില്ല അല്ലേ? ഒരുപാട് ഇൻഫെക്ഷൻസ് അതിൽ ആ ഭാഗത്ത് നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ വരാറുണ്ട്. ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബലനൈറ്റിസ് എന്ന് പറയും. പെനിസിന്റെ ഔട്ടർ സ്കിന്നും ഇന്നർ സ്കിന്നും വരുന്ന ഇൻഫെക്ഷനാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ. പെനിസ് ഹൈജീൻ ആക്കി വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അത് അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ ലീൻ ആയിട്ടുള്ള സ്ത്രീകളിലേക്ക് ബിബിക്കോൺ വളരെ പെട്ടെന്ന് അത്തരം സ്ത്രീകളുമായിട്ടുള്ള സെക്ഷൽ കോൺടാക്റ്റിൽ കൂടുതൽ ചാൻസ് ഉണ്ട്. നമ്മുടെ എല്ല കൊടിയുന്നില്ല, അതുപോലെ പൊട്ടാം. ഓർ ഹൈഡ്രോളിക് പെനൈൽ ഇംപ്ലാന്റ്. 3 പാർട്ട് ഇംപ്ലാന്റ് എന്ന് പറയും. 3 പാർട്ട് അതിനുള്ളത്. ഒന്ന് സിലിണ്ടേഴ്സ്, സ്കോട്ടൽ സ്വിച്ചസ്, പിന്നെ റിസർവയർ. ഇംപ്ലാന്റ്സ് അപ്പോൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ അത്രയും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകളാണോ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യുക? കറക്റ്റിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഫസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് വൺ ഓഫ് ദ കോമൺ റിസ്ക് ഫാക്ടർ ആണ്. ബിക്കോസ് ഇറ്റ്സ് സോ കോമൺ. ഉറക്കം കറക്റ്റ് ആവാത്തത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എല്ലാം കറക്റ്റ് ആവുമ്പോഴേ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വരത്തുള്ളൂ. ഡ്യൂറിങ് സെക്സ് ഭയങ്കര ഹാർഡായി സെക്സ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വേദന അനുഭവിക്കുന്ന കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആണുങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് ഭയങ്കര വിഗറസായി സെക്സ് ചെയ്താൽ, ഭയങ്കര ഫാസ്റ്റായി സ്പീഡപ്പായി സെക്സ് ചെയ്താൽ ആ പെനിസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുമോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമോ? ഒരു വിഗറസ് സെക്ഷൽ ഇന്റർകോഴ്സ് ജനറലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ വളരെ റെയർലി ചിലർക്ക് ഉണ്ടാവുന്ന വളരെ ഡെഡ്ലി ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് പെനൈൽ ഫ്രാക്ചർ എന്നുള്ള പ്രോബ്ലം. അത് ആരും അധികം കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ കൈ ഒടിയുന്ന മാതിരി പെനിസ് ഒടിയാം. അതിന് പേരാണ് പെനൈൽ ഫ്രാക്ചർ. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 24 hours അതിന് റിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറക്ഷന് നല്ലൊരു ലോസ് ഉണ്ടാവും. പെനൈൽ ഫ്രാക്ചർ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അത് എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ പെനിസിൽ ഒരുപാട് ഹൈ പ്രഷറിൽ ബ്ലഡ് വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ഫുള്ളി ഇറക്ട് പെനിസിൽ ഹൈ പ്രഷറിൽ ബ്ലഡ് വന്ന് നിൽക്കുകയാണ്. അതിന് പുറത്തൊരു ടഫ് കവറിങ് ഉണ്ട്. അതിൻ്റെ പേരാണ് ട്യൂണിക് ആൽബുജിനിയ. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ ഇത്ര ഹൈ പ്രഷറിൽ ബ്ലഡ് വന്ന് നിൽക്കുന്നു. ആൻഡ് വെൻ ത്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫീമെയിൽസിൻ്റെ പ്യൂബിക് ബോണുമായിട്ട് ത്രസ്റ്റിലുണ്ടാവുന്ന ഇഞ്ചുറി ഉണ്ടാവും. അപ്പോൾ ജനറലി ഒരു വളരെ ലീനായിട്ടുള്ള സ്ത്രീകളിലേക്ക് ബിബിക്കോൺ വളരെ പെട്ടെന്ന് അത്തരം സ്ത്രീകളുമായിട്ടുള്ള സെക്ഷൽ കോൺടാക്റ്റിൽ കൂടുതൽ ചാൻസ് ഉണ്ട്. അതിന് ഒരു ത്രസ്റ്റിലുണ്ടാവുന്ന ഇഞ്ചുറി മൂലം ട്യൂണിക് ആൽബുജിനിയ എന്ന് പറയുന്ന ആ ടഫ് സ്ട്രക്ചറിന് നമ്മുടെ എല്ല കൊടിയുന്നില്ല, അതുപോലെ പൊട്ടാം. പെനിസിൽ ആ ഉള്ളിലുള്ള ആ ടഫ് കവറിങ് പൊട്ടാം. പൊട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക, അതിലുള്ള ബ്ലഡ് ഒക്കെ പുറത്തോട്ട് വരും. ബ്ലഡ് പുറത്ത് വരുമ്പോൾ സ്കിന്നിന്റെ കാണാൻ പറ്റില്ല. അപ്പൊ അതിനെ പറയാ സത്യം പറഞ്ഞാൽ എഗ് പ്ലാന്റ് ഡിഫോമിറ്റി എന്നൊക്കെ പറയും. എഗ് പ്ലാന്റിന്റെ മാതിരിയാവും. പെനിസ് മൊത്തം ചുറ്റുപാടും ബ്ലഡ് ഒക്കെ വന്ന് ഫുള്ള് ബ്ലഡ് കൊണ്ട് നിറഞ്ഞൊരു ഇതിലോട്ടൊക്കെ വരും. ചിലർക്ക് വളരെ മിനിമം പെയിനേ ഉണ്ടാവുള്ളൂ. ദേ വിൽ ഫീൽ എ ക്രാക്ക്, ഒരു ക്രാക്ക് ഫീലിംഗ്. പിന്നെ അവർക്ക് ഇറക്ഷൻ പോകും. അപ്പൊ തന്നെ ഇറക്ഷൻ ലോസ് ആവും. സെക്കൻഡ് തിങ്, ഇറക്ഷൻ ലോസ് ആയതിനു ശേഷം പിന്നെ അവർക്ക് പെയിൻ ഉണ്ടാവും. ചിലപ്പോൾ സട്ടിൽ സൈൻസ് ആയിരിക്കും, വളരെ മിനിമം സൈൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു മൈൽഡർ ഇറക്ഷൻ പ്രോബ്ലം തോന്നുന്നു, പെയിൻ തോന്നുന്നു. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ പെനൈൽ ഫ്രാക്ചർ എന്നുള്ള പ്രോബ്ലം പലരും അവെയർ അല്ല. പുരുഷന്മാർ അതിനെ കുറിച്ച് അവെയർ അല്ല. ഇതപ്പോ വേദന ഉണ്ടാവില്ലേ? വേദന ഉണ്ടാവും. എല്ലാവർക്കും വേദന ഉണ്ടാവുന്നില്ല. ചെറിയ വേദന ആയിരിക്കാം. നല്ല രീതിയിൽ ഫ്രാക്ചർ വന്നാൽ ഡെഫിനറ്റ്ലി വേദന ഉണ്ടാവും. ചില പെനൈൽ ഫ്രാക്ചർ, ഞാനൊരു കേസ് കണ്ടിട്ടുണ്ട്. ഫ്രാക്ചർ ആയിട്ട് പെനിസിന്റെ മെയിൻലി കോർപ്പോറോ കാവർണോസ രണ്ടും കട്ടായിട്ടുണ്ട്, പ്ലസ് മൂത്രനാളിയും കട്ടായി പോവുക. എന്നിട്ട് നമ്മളത് പക്ഷെ ജസ്റ്റ് ദേവർ ഇൻ ഹണിമൂൺ ഓർ ഫേസിലായിരുന്നു. ജസ്റ്റ് ന്യൂലി മാരീഡ് കപ്പിൾ. അവർ പക്ഷെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തി. വി കുഡ്
ആക്ച്വലി റീംപ്ലാന്റ് അത് നമ്മൾ എല്ലാം കണക്ട് ചെയ്യണം അല്ലെ, ഈ പെനിസിന്റെ സ്ട്രക്ചറുകൾ എല്ലാം അതിനെ റീകൺസ്ട്രക്ട് ചെയ്യണം, മൂത്രനാളിനെ റീകൺസ്ട്രക്ട് ചെയ്തു. എത്ര സമയം എടുക്കും ആ ഒരു പ്രൊസീജിയർ? പ്രൊസീജിയറിനൊക്കെ ഒരു അറൌണ്ട് ഒരു 2 hours. മൈക്രോസ്കോപ്പിക് സർജറിയാണ് ബേസിക്കലി. കുറച്ച് മൈക്രോസ്കോപ്പിന്റെ ആവശ്യം വരും, മൂത്രനാളിയൊക്കെ കണക്ട് ചെയ്യാൻ മൈക്രോസ്കോപ്പോ ലൂപ്പോ മാഗ്നിഫൈങ് ലൂപ്പോ ഒക്കെ വേണ്ടി വരും. ജനറലി കോർപ്പോറ കണക്ട് ചെയ്യാനായിട്ട് മൈക്രോസ്കോപ്പിന്റെ ആവശ്യമില്ല, പക്ഷെ വളരെ എന്താ പറയാ ശ്രദ്ധിച്ച് വളരെ സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു സർജറിയാണ് അത് കറക്റ്റ് ടൈമിൽ ഡിറ്റക്ട് ചെയ്തു, കറക്റ്റ് ടൈമിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നും രക്ഷന് ഒരു പ്രോബ്ലം ഇല്ല. അവർക്ക് 2 കുട്ടികളുണ്ട്. ദാറ്റ്സ് ഗുഡ് തിങ് അബൌട്ട് ആ ഒരു നമ്മള് നേരെ മറിച്ച് ആ പ്രോബ്ലം ഉണ്ടായി, ആൾക്ക് ഇത്രയും ഫ്ലോറിഡ് പ്രോബ്ലം ആയതുകൊണ്ട് വന്നു. ചിലവർക്ക് ഇതിന് ഇങ്ങനെ ഒരു പ്രോബ്ലം അറിയത്തില്ല, ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അവരത് വെച്ചുകൊണ്ടിരുന്ന ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 1 day 2 day ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അപ്പോഴേക്ക് ഇറക്ടൽ ടിഷ്യൂന്റെ ലോസ് ഉണ്ടാവും. ഇതിലുള്ള ഉദാഹരണം ഉണ്ടാക്കുന്ന പെനൈൽ സ്മോൾ ബ്ലഡ് വെസൽസ് ഉണ്ട്, അതിന് ലോസ് ഉണ്ടാവും. അതിന് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് റിക്കവറി യെസ് ഓൾമോസ്റ്റ് ഒരു ഇറക്ഷൻ ലോസ് ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പിനൈൽ ക്രാക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിലെപ്പോഴും ഒരു സട്ടിൽ ചേഞ്ചസ് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഒരു ഇത്രയും ടഫ് സ്ട്രക്ചർ പൊട്ടുമ്പോൾ ബ്ലഡ് എന്തായാലും വരും പുറത്തോട്ട്. ബ്ലഡ് വരുമ്പോൾ ഒന്ന് പെനിസിന് ഉണ്ടാവുന്ന ചേഞ്ചുകൾ, എഗ് പ്ലാന്റ് ഡിഫോമിറ്റി എന്ന് പറയും. എഗ് പ്ലാന്റ് കണ്ടിട്ടില്ലേ, അതുപോലെയാവും പെനിസ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ യു ഹാവ് ടു. അപ്പോൾ ഇതിലൊരു ടാബു അസോസിയേറ്റഡ് അല്ലേ, ഒരു സെക്ഷൽ കോണ്ടാക്ടിന് ഇടയ്ക്ക് ഇങ്ങനെ സംഭവം സംഭവിച്ചു. ഇവരെന്താ ചെയ്യുക, ഇവര് മാക്സിമം അത് മാസ്ക് ചെയ്ത് നോക്കും, കുറച്ച് ഐസ് എടുത്ത് വെക്കും, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കും എന്താണ് ഇതിന് വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചു. ഉടനടി അതൊരു എമർജൻസി ഒരു കാഷ്വാലിറ്റി വരാനുള്ള വിമുഖത അത് പലർക്കും ഉള്ള കാര്യമാണത്. അപ്പോൾ പിന്നെ ഇതില്ലാതെ വരാം. ഈ എഗ് പ്ലാന്റ് ഡിഫോമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറിഡ് ആയിട്ട് കാണും, ഡിഫിക്കൽട്ടി കാണും. ചിലർക്ക് ചെറിയ ക്രാക്ക് ആയിരിക്കും, അപ്പോൾ അവർക്ക് ഇറക്ഷൻ വരുന്നുണ്ട് പക്ഷെ ചെറിയ വേദനയുണ്ട്, ലൈറ്റ് ഇറക്ഷൻ കിട്ടുന്നുണ്ട്, വേദനയുണ്ട്. അത്തരം ആൾക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം അവരതിനെ വേണ്ട മൈൻഡ് ചെയ്യാതെ വെക്കും. അവർക്ക് പക്ഷെ ലൈക്ക് കുറച്ച് കൂടുതൽ ഫ്ലോറിഡ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാകുമ്പോൾ അവര് ഉടനെ തന്നെ യൂറോളജിസ്റ്റിനെ അല്ല ആൻഡ്രോളജിസ്റ്റിനെ വന്ന് കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാത്തവർക്ക് ചാൻസ് കുറവാണ്. ഇതൊരു ലൈക്ക് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോബ്ലം ആണ് ആക്ച്വലി പെനൈൽ ഫ്രാക്ചർ. ഇറ്റ്സ് റിയൽ. നമ്മൾ കേൾക്കുമ്പോൾ തമാശ പോലെ തോന്നും, പക്ഷെ ഇറ്റ്സ് റിയൽ. നമുക്ക് കൈ ഒടിയുന്ന മാതിരി പെനിസ് ഒടിയാം. പക്ഷെ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇങ്ങനെ പെനീസ് ഇങ്ങനെ ഫ്രാക്ചർ ആവുന്നു, പെനീസ് ഒടിയും. നമ്മളങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. പെയിൻ ഉണ്ടാവുന്ന ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമായിരിക്കും, പക്ഷെ ഇതൊരു ക്രാക്ക് ഫോമിലേക്ക് വരും, നമ്മളൊരു ഫ്രാക്ചർ ഫോമിലേക്ക് വരും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അതൊരു യൂറോളജിയിൽ ഉണ്ടാവുന്ന 1-2 എമർജൻസീസ് ഉണ്ട്. കുറച്ച് ഈ ആൻഡ്രോളജി ഓർ യൂറോളജി ഉണ്ടാവുന്ന എമർജൻസീസിൽ ഒന്നാണ് ഈ കാര്യം, ഏത് പെനൈൽ ഫ്രാക്ചർ എന്ന് വെച്ചാൽ. സോ പെനൈൽ ഫ്രാക്ചർ എന്നുള്ള ഒരു ഡയഗ്നോസിസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വിൽ ഫൈൻഡ് ഔട്ട് എവിടെയെങ്കിലും ക്രാക്ക് റിപ്പയർ ചെയ്യും, ഇതൊക്കെ ചെയ്യാന്നുള്ളതാണ് എത്രയും പെട്ടെന്ന്. കുഞ്ഞില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ, ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിമാണ്, ഒരു ഷോർട്ട് മൂവിയാണ്. അപ്പോൾ ആ സിനിമയിൽ ശൃന്ദയായിരുന്നു അഭിനയിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ശൃന്ദേൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ മൂത്രം ഒഴിച്ചാൽ അവിടെ ഒന്നും കഴുകാറില്ല അല്ലേ, ഇനി ആ കഴുകാത്ത സാധനമായിട്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിക്ക ആണുങ്ങളും അവരുടെ പ്രൈവറ്റ് പാർട്ട് വാഷ് ചെയ്യാറില്ല. കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി അവർ വാഷ് ചെയ്യാറില്ല. അവർ കെയർ ചെയ്യാത്തത് കൊണ്ടാണോ, സമയമില്ലാത്തത് കൊണ്ടാണോ, അതിനുള്ളൊരു സെറ്റപ്പ് നമ്മളുടെ ടോയ്ലറ്റ്സിൽ ഇല്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. വി ഡോണ്ട് യൂഷ്വലി വാഷ്. നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ വാഷ് ചെയ്താൽ, അല്ലാണ്ട് നിങ്ങൾ എപ്പോഴും ബാത്റൂമിൽ പോയി വാഷ് ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മളുടെ പെനിസ് വാഷ് ചെയ്യാറില്ല എന്നാണ് പറയാറ്. ഒരു 5 ടിപ്സ്, 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് പെനീസ് ഹൈജീന് വേണ്ടി ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞുതരും. പെനീസിന് ഹൈജീൻ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക്കലി. കാരണം ഒരുപാട് ഇൻഫെക്ഷൻസ് അതിൽ ആ ഭാഗത്ത് നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്തില്ലെങ്കിൽ വരാറുണ്ട്. അപ്പോൾ പെനീസിൻ്റെ ഔട്ടർ സ്കിൻ എന്ന് പറയും. ഔട്ടർ സ്കിൻ കീഴ്പോട്ടാക്കിയിട്ട് എല്ലാ പുരുഷന്മാരും അറ്റ്ലീസ്റ്റ് ദിവസത്തിൽ 2 നേരമെങ്കിലും ക്ലീൻ ചെയ്യണം. 2 നേരമെങ്കിലും ക്ലീൻ ചെയ്യണം. ഡയബറ്റീസ് ഉള്ള രോഗികളിൽ നിർബന്ധമായി ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരുപാട് സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈവൻ നോർമൽ വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ഇൻറ്റിമേറ്റ് വാഷസ് ഒക്കെ അവൈലബിൾ ആണ്, ലോ pH വാഷസ് ഒക്കെ അവൈലബിൾ ആണ്. ഫീമെയിൽസ് ഉള്ള തന്നെ മെയിൽസിനും ഇൻറ്റിമേറ്റ് വാഷസ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നതും ഒരു നല്ല മെത്തേഡാണ്. എന്താ പറയുക, പാരബൻ ഫ്രീ ആയിട്ടുള്ള വാഷസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊരു ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഡോണ്ട് കീപ്പ് എനി
സോപ്പ് ഓർ റെസിഡ്യൂസ് ദെയർ. അതാണ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. സെക്കൻഡ് തിങ്, നമുക്ക് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഡയബറ്റീസിന്റെ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡയബറ്റീസ് ഉള്ള രോഗികളിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബലനൈറ്റിസ് എന്ന് പറയും. അതായത് പെനിസിന്റെ പെനിസിന്റെ ഔട്ടർ സ്കിന്നും ഇന്നർ സ്കിന്നും വരുന്ന ഇൻഫെക്ഷനാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ. ഞാൻ പറയും, ഒരു യങ് ആയിട്ട് ആള് ബലനൈറ്റിസ് ആയിട്ട് വന്നാൽ ഞാൻ അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആർ യു ഡയബറ്റിക്? അപ്പൊ പറയും ഞാൻ ഡയബറ്റീസ് ഇല്ല. നമ്മൾ പോയി ചെക്ക് ചെയ്ത് നോക്ക്, ഫാസ്റ്റിംഗ് ഷുഗറും HbA1c ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ദേ വിൽ ബി ഡയബറ്റീസ്. ഇതൊരു കുറെ കേസുകളിലെങ്കിലും ഇതൊരു പ്രസന്റേഷൻ സിംറ്റം ആണ്. എന്താ പറയാ, ഈ ക്രോണിക് ബലനൈറ്റിസ് എന്ന് പറയുന്നത് ആ പെനിസിന്റെ സ്കിന്നിൽ വരുന്ന ഇൻഫെക്ഷൻസ്. അപ്പോൾ അതൊരു കാര്യമാണ്. പെനിസ് ഹൈജീൻ ആക്കി വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ അത് അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറിന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മൾ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻസ്. അത് വളരെ കോമൺ ആണ്. ഓക്കെ, ഈ ഒരു വാക്സിൻ സ്ത്രീകൾക്ക് ഇപ്പോൾ കുറെ ആൾക്കാരെങ്കിലും എടുക്കുന്നുണ്ട്, പുരുഷന്മാർക്കും ഇത് എടുക്കണം. പുരുഷന്മാരും HPV വാക്സിനേഷൻ എടുക്കണം. കാരണം ഈ HPV വാക്സിനേഷൻ പുരുഷന്മാരിലും പെനിസിൽ ക്യാൻസർ വരുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പുരുഷന്മാരും എടുത്താൽ ആക്ച്വലി ഫീമെയിൽസും നല്ലതാണ്. ഫീമെയിൽസ് വരുന്ന സെർവിക്കൽ ക്യാൻസറിന്റെ ഇൻസിഡൻസ് ഇൻഡയറക്ട്ലി കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാക്സിനേഷൻ എല്ലാ മെയിൽസും എടുത്തിരിക്കണം. നമ്മുടെ ഈ ഒരു HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വാക്സിൻ, ഇത് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ആണ്. ഇനീഷ്യലി അത് ഫീമെയിൽസിൽ മാത്രം ആണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ലിറ്ററേച്ചറും എവിഡൻസ് ഒക്കെ ഭയങ്കര സൗണ്ടാണ്. HPV വാക്സിനേഷൻ മെയിൽസിലും വി ഹാവ് ടു അഡ്വൈസ്. സോ ഞാൻ ലൈക്ക് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന രോഗികളിലോ ഈ HPV ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന രോഗികളുണ്ട്, ഈ പെനിസിൽ വാട്സ് ഒക്കെ ഉണ്ടായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവരിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ ക്ലിയർ ആയതിനു ശേഷം യു ഹാവ് ടു ടേക്ക് ദ HPV വാക്സിനേഷൻ. ഈ HPV വാക്സിൻ എടുക്കുന്നത് വഴി ഇവർക്ക് പെനൈൽ ക്യാൻസർ വരില്ല എന്ന് ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ പെനൈൽ ക്യാൻസറിനുള്ള റിസ്ക് ഒരുപാട് കുറക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് പകരാനുള്ളതും സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് ഇൻഡയറക്ട്ലി കുറയ്ക്കാം. അതിനാണല്ലോ നമ്മൾ HPV വാക്സിനേഷൻ സ്ത്രീകൾ എടുക്കുന്നത്. അപ്പോ രണ്ട് ഗുണങ്ങളുണ്ട്. സൂര്യ, ഇതാണ് പെനൈൽ ഇംപ്ലാന്റ്. ഇതൊരു ഇൻഫ്ലേറ്റബിൾ പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറയും, ഓർ ഹൈഡ്രോളിക് പെനൈൽ ഇംപ്ലാന്റ്. ഇതിനൊരു 3 പാർട്ട് ഉണ്ട് ബേസിക്കലി. ഇതിൽ 2 സിലിണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു സ്ക്രോട്ടൽ സ്വിച്ച് എന്ന് പറയും. ഇതാണ് കൺട്രോൾ മെക്കാനിസം. ഈ സ്വിച്ചിന്റെ നമ്മൾ ചെയ്യുന്ന സ്ക്യൂസ് ചെയ്യുമ്പോഴാണ് ഇതിലോട്ട് ഈ റിസർവെയർ, ഈ 3ാമത്തെ പാർട്ടാണ് റിസർവെയർ എന്ന് പറയും. റിസർവെയർ ഇതിൽ നമ്മൾ അബ്ഡോമിനുള്ള ഇത് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ സലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് സ്ക്യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള വാട്ടർ ഇതിലോട്ട് വന്ന് നിറയും. ഓക്കെ, ഇതിൽ വന്ന് അറിയുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് വന്ന് നിറയുമ്പോൾ ഇതൊരു റിജിഡിറ്റി വരും. ഇത് അല്ലെങ്കിൽ ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഒരു ട്യൂബാണ്. ഇതിന് വൺസ് നമ്മൾ ഇതിനെ സ്ക്യൂസ് ചെയ്ത് ഇതിലുള്ള റിസർവറിലുള്ള വാട്ടർ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന് റിജിഡിറ്റി വരുന്നു. അപ്പൊ എന്താ, ഇതൊരു നിയർ നോർമൽ ഇറക്ഷൻ പോലെ ഉണ്ടാവുന്നത്. അതായത് പേഷ്യന് രോഗിക്ക് ഉദാഹരണ പ്രശ്നമുള്ള ആൾക്ക് ഉദാഹരണം വേണമെന്ന് തോന്നുമ്പോൾ അവർക്ക് സ്ക്രോട്ടത്തിന്, ഇതെല്ലാം ഇന്റേണലി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. സ്ക്രോട്ടത്തിന്റെ സ്കിന്നിനുള്ളിലായിരിക്കും, അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീൽ ചെയ്യുന്ന ആ ഇംപ്ലാന്റിന്റെ മുകളിൽ അവർ ഈ സ്വിച്ചിൽ സ്ക്യൂസ് ചെയ്താൽ ഈ റിസർവെയറിലുള്ള വാട്ടർ വന്ന് ഇതിൽ നിന്ന് അറിയുന്നു. അപ്പോൾ ദേ ഗെറ്റ് എ നോർമൽ ഇറക്ഷൻ പോലെ ഉള്ള ഇറക്ഷൻ കിട്ടുന്നു. അതിനുശേഷം വൺസ് സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞതിന് ശേഷം ഈ സ്വിച്ചിന് ജസ്റ്റ് ഇവിടെ ഒരു നോബ് ഉണ്ട്. ആ നോബിൽ അമർത്തി കഴിഞ്ഞാൽ ഇതിലുള്ള ഫ്ലൂയിഡ് മൊത്തം തിരിച്ചു കയറി പോകും. എന്താ പറയാ, വളരെ മെക്കാനിസം, വളരെ പേറ്റന്റഡ് ആയിട്ടുള്ള മെക്കാനിസം ആണത്. ഈ ഹൈഡ്രോളിക് ഇംപ്ലാന്റ് പറയും. ഇതിനിടയിൽ വേറെ എനർജി സോഴ്സ് ഒന്നുമില്ല, നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും കൊടുക്കുന്നില്ല. ഇതാണ് ഹൈഡ്രോളിക് ഓർ ഇൻഫ്ലേറ്റബിൾ ഇംപ്ലാന്റ്. 3 പാർട്ട് ഇംപ്ലാന്റ് എന്ന് പറയും. 3 പാർട്ട് അതിനുള്ളത്. ഒന്ന് സിലിണ്ടേഴ്സ്, സ്കോട്ടൽ സ്വിച്ചസ്, പിന്നെ റിസർവയർ. ഈ 3 ഘടകങ്ങളാണ് ഈ ഇംപ്ലാന്റ് ഉള്ളത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇംപ്ലാന്റ് ആണ്. ഇംപ്ലാന്റ്സ് അപ്പൊ യൂസ് ചെയ്യുന്ന വെച്ചാൽ അത്രയും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആളുകളാണോ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യുക? സൂര്യ, ബേസിക്കലി എല്ലാ ഉദാഹരണ പ്രശ്നങ്ങൾക്ക് ഇംപ്ലാന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉദാഹരണ പ്രശ്നങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഒരു കൈ വീക്കാണ്, നമ്മൾ എന്താ ചെയ്യുക? ആ കൈന് മറ്റേ കൈ കൊണ്ട് സപ്പോർട്ട് കൊടുക്കും, അല്ലെ? ശരിയല്ലേ പറഞ്ഞത്? ആ ഒരു കോൺസെപ്റ്റില്ല. മരുന്നുകൾ കഴിക്കാൻ പലർക്കും വിമുഖതയുണ്ട്. എല്ലാവരും പറയും വയാഗര കഴിച്ചിട്ട് കാർഡിയാക് ഇവന്റ്, ഹാർട്ട് അറ്റാക്ക് വരുന്നു.
കുറെ വളരെ റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഉണ്ട് ആൾക്കാർക്ക്. ആക്ച്വലി ഇന്ന് ഇപ്പോൾ PDE5 ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള മരുന്നുകളാണ്, ഈ വയാഗ്രയൊക്കെ ആ ശ്രേണിയിലുള്ള മരുന്നുകളാണ്. ഇപ്പോൾ PDE5 ഇൻഹിബിറ്റേഴ്സ് വളരെ ഫൈൻ ആയിട്ടുള്ള മരുന്നുകൾ വന്നിട്ടുണ്ട്. ലൈക്ക് ടഡലാഫിൽ എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്, ലോങ് ആക്ടിങ് ആണ്, വളരെ BP വ്യതിയാനങ്ങളെ വളരെ ഉണ്ടാവാനുള്ള ചാൻസ് കുറവുള്ള വളരെ നല്ല മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ എല്ലാ ഉദാഹരണ പ്രശ്നമുള്ള രോഗികൾക്കും ഇംപ്ലാന്റിന്റെ ആവശ്യമില്ല. ഒരു ഉദാഹരണ പ്രശ്നം വരുന്ന രോഗിക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന അവർക്ക് റിസ്ക് ഫാക്ടർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കറക്റ്റിംഗ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഫസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് വൺ ഓഫ് ദ കോമൺ റിസ്ക് ഫാക്ടർ ആണ്. ഈ ഒരു പേഷ്യന്റ് അൺകൺട്രോൾ ഡയബറ്റീസ് ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഡയബറ്റീസ് നല്ല കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഒരു മൈൽഡർ ലെവൽ ഓഫ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാറുണ്ട്. രണ്ടാമത്തെ എന്താ, ചിലത് ഒബീസിറ്റി ഉണ്ടാവും, സെഡൻറ്ററി ഹാബിറ്റ്, അതായത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ എക്സസൈസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരോട് പറയും ഒബിസിറ്റി കുറയ്ക്കണം, നമുക്ക് എക്സസൈസ് ചെയ്യണം, ഡയറ്റും നോക്കണം. അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ ക്രാഷ് ഡയറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലീൻ ഡയറ്റ്. കാരണം ഇതില് നമുക്ക് ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ക്രാഷ് ഡയറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് ഒക്കെ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഹെൽത്തി ഫാറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഹെൽത്തി ഫാറ്റ്സ് നിന്നാണ് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ടെസ്റ്റോസ്റ്ററോൺ എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് കൊളസ്ട്രോൾസ് വേണം നല്ല. അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് നമുക്ക് ഇറക്ഷൻ എന്നുള്ള പ്രോസസ്സിന്. അപ്പോൾ എല്ലാ രോഗികളിലും ഇപ്പോൾ ഒരു മൈൽഡർ ലെവലിലുള്ള ഇറക്ടൽ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ജനറലി റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ, ഡയറ്റ് കറക്റ്റ് ചെയ്യുക, എക്സസൈസ്, ആൻഡ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമുണ്ട് മറന്നുപോയി നമ്മൾ, സ്ലീപ്പ്. നല്ല സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സ്ലീപ്പ് ഉള്ളവർക്ക് നല്ല ഹോർമോണൽ ലെവൽസ് ആയിരിക്കും, നല്ല ഇറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഇറ്റ്സ് സോ കോമൺ. ഈ ഉറക്കമില്ലായ്മ കൊണ്ട് അല്ലെ ഉറക്കം കറക്റ്റ് ആവാത്ത കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ എല്ലാവരും നമ്മൾ കൊച്ചിയിലാണ്, കാക്കനാട് IT ഹബ്ബാണ് അല്ലെ. വി മൈറ്റ് ബി വർക്കിംഗ് ഇൻ ദ US ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ പകൽ സമയം, നമ്മുടെ രാത്രി സമയം. അപ്പൊ നമ്മളുടെ റിതം തന്നെ നമുക്ക് മാറുകയാണ്. അപ്പൊ ഉറക്കം ബ്രേക്ക് ആവുമ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയാ, ഇതെല്ലാം ഒരു ജിക്സോ പസിൽ മാതിരിയാ. ഇറ്റ്സ് നോട്ട് ഓൺലി വൺ തിങ്. ഒരു സാധനം കൊണ്ട് മാത്രമല്ല ഇത് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ നമ്മൾക്ക് നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് നന്നാവണം ഫസ്റ്റ് തിങ്. രണ്ടാമത്തത് നമുക്ക് നല്ല ഉറക്കം നന്നായിരിക്കണം. സെക്കൻഡ് നമുക്കൊരു എന്താ പറയാ, ഒരു എക്സസൈസ് ഷെഡ്യൂൾ വേണം. പിന്നെ നല്ല മാനസികാവസ്ഥയും വേണം അല്ലെ. എല്ലാം കറക്റ്റ് ആവുമ്പോഴേ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഉറക്കം നന്നായി കൊണ്ട് മാത്രം എല്ലാം ശരിയാവുന്നില്ല. ഉറക്കത്തിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും, നല്ല ഫുഡ് കറക്റ്റ് ആവുക, ഒബിസിറ്റി കുറയ്ക്കുക, സെഡൻറ്ററി ഹാബിറ്റ്സ് ഒഴിവാക്കുക, ലൈക്ക് ആക്റ്റീവ് ലൈഫ് സ്റ്റൈല് പിന്തുടരുക. അപ്പോൾ ആക്റ്റീവ് ലൈഫ് എന്ന് വെച്ചാൽ എല്ലാവരും ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ് മാത്രം ചെയ്യും. വെയിറ്റ് ട്രെയിനിങ് മാത്രം കൊണ്ട് നമുക്കുണ്ടല്ലോ, വെയിറ്റ് ട്രെയിനിങ് വേണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വെയിറ്റ് ട്രെയിനിൻ്റെ ഒപ്പം തന്നെ കാർഡിയോ ആക്ടിവിറ്റി, നമ്മൾ കിതയ്ക്കുന്ന എക്സസൈസ്. ഞാൻ പറയാറുള്ളത് നിങ്ങൾ രണ്ട് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം. ഒന്ന് കിതയ്ക്കുന്ന എക്സസൈസസ്, രണ്ടാമത്താണ് കഴയ്ക്കുന്ന എക്സസൈസ്. അത് മസിൽ കഴയ്ക്കണം, രണ്ടും വേണം. രണ്ടും ചെയ്താലേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ എക്സസൈസിൽ പോലും. അപ്പോൾ മൈൽഡർ വേർഷൻ ഓഫ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസിന് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യും. കൂടെ ചെറിയ ഡോസിലുള്ള ഇതുപോലെ PDE5 ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള മരുന്നുകൾ, ടഡലാഫിൽ അല്ലെങ്കിൽ സിൽഡനാഫിൽ പോലുള്ള മരുന്നുകൾ കൊടുക്കും. ആവശ്യത്തിന് സപ്പോർട്ടിന് വേണ്ടി കൊടുക്കാം. ചിലർക്ക് ഡെയിലി കഴിക്കാൻ ലോ ഡോസിലുള്ള ടഡലാഫിൽ കൊടുക്കാറുണ്ട്. സോ ഓൾ ഡിപ്പെൻഡ്സ്, ഓരോ പേഷ്യൻ്റെ കണ്ടീഷൻസ് കൊടുക്കാം. ഇതൊന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട് മരുന്നിന് ഭയങ്കര സൈഡ് എഫക്റ്റ് വരുന്നു. ഈ ടഡലാഫിൽ സിൽഡനാഫിൽ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തലവേദന ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും, ബ്ലൂ വിഷൻ. സിൽഡനാഫിൽ കഴിച്ചാണ്ടാവുന്ന ഒരു കോമൺ കോംപ്ലിക്കേഷൻ, വയഗ്ര കഴിച്ചുണ്ടാവുന്ന ഒരു കോമൺ കോംപ്ലിക്കേഷൻ, ഇറ്റ്സ് എ ബ്ലൂ പിൽ. വയഗ്ര ഇസ് എ ബ്ലൂ പിൽ, ബ്ലൂ കളറുള്ള പില്ല. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് വിഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ അത് കാണാം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരിൽ മരുന്ന് കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ദെൻ വി ഹാവ് ഓപ്ഷൻസ് ലൈക്ക് ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കാൻ പറ്റും, സെൽഫ് അഡ്മിനിസ്ട്രേഡ് ഇഞ്ചെക്ഷൻസ്. അതായത് നമുക്ക് ഇറക്ഷൻ തോന്നുന്ന സമയത്ത് നമുക്ക് സെൽഫായിട്ട് ഇഞ്ചെക്ഷൻസ് എടുക്കാൻ പറ്റും. അതൊക്കെ ഭയങ്കര തലവേദനയാണ്. കാരണം ലൈക്ക് അതിനുശേഷം ചിലപ്പോൾ പെനിസ് ചിലപ്പോൾ നമുക്ക് ഡീട്യൂമിസൻസ്, അതായത് ഉദാഹരണം നിലയ്ക്കാതെ ഒരു സിറ്റുവേഷൻ വരും. അതിന്റെ പേരാണ് പ്രയാപ്റ്റിസ് എന്ന് പറയും. അപ്പോൾ ഒരു ഓടി പെടഞ്ഞത് കാഷ്വലിലോട്ട് വരിക എന്നൊക്കെ വെച്ചാൽ ഇന്ത്യൻ സിറ്റുവേഷനിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഇത് അപ്പോൾ ഒരു സെക്ഷൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു ഇംപ്രോപ്റ്റീവ് തിങ് അല്ലേ, അതായത് പെട്ടെന്ന് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്.
ഉം. അത്തരം രോഗികൾ ഞാൻ സാധാരണ പറഞ്ഞ ഉം. മെഡിസിൻസ് എഫക്ട് ചെയ്യാത്ത, മരുന്ന് കഴിച്ചിട്ട് എഫക്ട് ഇല്ലാത്ത രോഗികളോട് പറയുന്ന ഒരു കാര്യമാണ് ഉം. ഗോ ഫോർ പെനൈൽ ഇംപ്ലാന്റ്. ഓക്കെ. നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഉം. ബട്ട് ഇറ്റ്സ് എ എന്താ പറയാ ആ ഒരു ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര ഉം. ഹെൽപ്ഫുൾ ആണ്. ഉം. ലൈക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് പാർട്ട്ണർ സാറ്റിസ്ഫാക്ഷൻ ഓക്കെ. ഓൾമോസ്റ്റ് ക്ലോസ് ടു 100% ഉള്ള ഒരു പ്രൊസീജിയറാണ്. ഓക്കെ. ഇറ്റ്സ് സോ അമേസിങ് ചേഞ്ച് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ഉം. ഒരുപാട് രോഗികൾക്ക് പെനൈൽ പ്രോസസ്സസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉം. അവർക്ക് അതിന് ശേഷം ഉണ്ടാവുന്ന ആ ഒരു അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ഉം. ബിക്കോസ് മെന്ന് ഇറക്ഷൻ ഇല്ലാന്ന് വെച്ചാൽ ദേ ആർ ഫീലിംഗ് വെരി എന്തോ ഡിഫിഡൻ്റ് ആയിട്ടിരിക്കും. അവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കുറവായിരിക്കും. ഉം. ദാറ്റ് റിഫ്ലക്ട് ഇൻ ദെയർ റിലേഷൻഷിപ്സ്, ഉം. ഈവൻ ദെയർ വർക്ക്. ഉം. ബിസിനസ്സുകാരെങ്കിൽ ബിസിനസ്സിൽ അവർ ഡൗൺ ആയി പോകുന്ന ആൾക്കാരുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ച്. ബ്രെയിനിന്റെ ഒരു പാർട്ട് ഫുള്ള് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. സോ ഐ ഹാവ് എൻ നമ്പർ ഓഫ് എക്സാമ്പിൾ, കുറേ രോഗികളിൽ നമുക്ക് എക്സാമ്പിൾ ഉണ്ട്. വൺസ് പെനൽ പ്രോസസ് കഴിഞ്ഞപ്പോൾ അവർ വളരെ അൾട്രാ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഹാപ്പി ആയി, ആയി. ഹാപ്പി ആയിട്ട് ഉം. നല്ല ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉം. ഇതിൽ എന്താ പോയെന്ന് വെച്ചാൽ, ഞാൻ ഇത്തരം രോഗികൾ കണ്ടതിൽ ഏറ്റവും നല്ല ആസ്പെക്ട് എന്ന് വെച്ചാൽ, പെനൽ ഇംപ്ലാന്റ് ചെയ്യാൻ വരുന്ന പുരുഷന്മാരുടെ ഒപ്പം അവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ പാർട്ട്ണറോ ഉണ്ടായിട്ടുണ്ട്. അവരോടൊപ്പം തന്നെ ആ പ്രോബ്ലത്തിന്റെ ഒപ്പം അവരൊപ്പം നിൽക്കുക. അതെ. അപ്പൊ നിന്നിട്ടാണ് അവരൊപ്പം നിന്നിട്ടാണ് വരുന്നത്. ഉം. സോ ഇറ്റ്സ് എ അതിനെ ഒരു ഉദാഹരണക്കുറവുള്ള പുരുഷനെ അതൊരു എന്താ പറയാ ഹാൻഡിക്യാപ്പ് ആയിട്ട് കണക്കാക്കി സൈഡിലോട്ട് തള്ളാതെ, സൈഡിലോട്ട് തള്ളി മാറ്റാതെ, ഒരു പ്രശ്നം വരുമ്പോ കൂടെ പ്രശ്നം നിൽക്കുക. അത് കൂടെ നിന്നിട്ട് അവരുടെ ഒപ്പം ആ പ്രോബ്ലം പരിഹരിച്ച് ദേ ആർ ഹാവിങ് വളരെ നല്ല സുന്ദരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന എത്രയോ കപ്പിൾസ് ഉണ്ട്. ഉം. സത്യം പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് എ ലൈക്ക് വളരെ എന്താ പറയാ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സർജറി ആയിരിക്കും ഈ ഉദാഹരണ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്തു കൊടുത്താൽ. സോ ഇറ്റ്സ് എ വെരി സാറ്റിസ്ഫൈങ് പ്രൊസീജിയർ ബേസിക്കലി ഫോർ എ സർജൻ പെർസ്പെക്റ്റീവ് വെൻ യു ഫീൽ അവരുടെ ലൈഫിൽ റിയലി ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.